രാത്രിയാണ് കേട്ടോ സമയം. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. സ്പെഷ്യലായിട്ടുള്ള 2 ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയായി ഞങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കലും കഴിയും. നിങ്ങൾക്കാണെങ്കിൽ ഒരു പുതിയൊരു സാധനം കിട്ടും ചെയ്യും. ഒരെണ്ണം കൊള്ളി കൊണ്ടുള്ള തനി നാടൻ സാധനം പ്രീതിയേച്ചി പണ്ട് ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ്. പ്രീതിയേച്ചി മുൻപ് ഒരു വർഷത്തോളം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എപ്പോഴാണെന്ന് പറയും, ഞാൻ പറയാം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2003 അല്ലാണോ 2013 സോറി 2013-14 അപ്പോൾ ചേച്ചി ഉണ്ടാക്കാറുള്ളത്. അത് നല്ല ടേസ്റ്റാണ് സാധനം. തട്ടുകടയിലൊക്കെ കിട്ടുമെന്ന് പറയണ്ട. അങ്ങനത്തെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കൊള്ളി ഉണ്ടായി മതി, മുട്ട ഉണ്ടായി മതി. മറ്റേ സാധനം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടതാണ്. ഒരു ഹിന്ദിക്കാരൻ്റെ ടേണാണ്. ആ സാധനം കണ്ടു നമുക്ക് കൊതിയും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ആള് ചേർക്കണത് 2-3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പക്ഷെ അത് ഉണ്ടാക്കി വരുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അതിൽ കുറെ സാധനങ്ങൾ അല്ലേ. ഞാൻ കാണിച്ചെന്നില്ല ചേട്ടന്. ഡ്രാഗൺ ഫ്രൂട്ട് നടുമുറിച്ച് കഴിച്ചാൽ പോലെ ഇരിക്കും. പക്ഷെ നിറച്ച് എള്ളൊക്കെ എടുക്കുന്നുണ്ട് ഉണ്ടാക്കിയിരിക്കണേല്. പക്ഷെ ഇതെന്ത് ഇങ്ങനെ അപ്പൊ ഉണ്ടാക്കിയിരിക്കണത് കാണുമ്പോ നമുക്ക് അതിൽ കുറച്ച് സാധനങ്ങൾ ചേർന്നതായിട്ട് മനസ്സിലാവില്ല. അപ്പൊ അതൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ചെയ്ത് നോക്കണേ. കാണുമ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ തോന്നും, ഭയങ്കര ടേസ്റ്റും തോന്നുന്നുണ്ട്. സംഭവം എങ്ങനെ ഉണ്ടാവും നമുക്ക് ഉണ്ടാക്കി നോക്കാട്ടാ. എന്നിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മെയിൻ സാധനം ഞങ്ങൾ ഈ വൈകുന്നേരം നേരത്താണല്ലോ ഈ സാധനം ഉണ്ടാക്കാൻ പോണത്. അതെ. അപ്പൊ എന്തൊരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിലേ കൊള്ളി പറിക്കണം. പിന്നെ കൊള്ളി പറിക്കണം. നമ്മുടെ ഈ എന്താ പറയാ മല്ലിയില വേണം, സ്പ്രിംഗ് ഒനിയൻ വേണം. അതൊക്കെ ഇവിടെ പറമ്പിലുള്ള അവിടെ. അപ്പോഴാണ് പോവാനായിട്ട് നമ്മൾ പുതിയതായിട്ടൊരു ടോർച്ച് വാങ്ങിച്ചു. കണ്ടാ, അതിപ്പോഴല്ല കേട്ടോ. അല്ല, പോവാനായിട്ട് ടോർച്ച് വാങ്ങിച്ചല്ല, ടോർച്ച് വാങ്ങിച്ചിട്ട് ഒരാഴ്ചയായി. ടോർച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ചാർജ് നിക്കണില്ലേ, വെളിച്ചില്ല. അപ്പൊ വൈകുന്നേരം നേരത്തേക്ക് പോവാനായിട്ട് നമുക്ക് ഒരു കൊതി. അപ്പൊ ഇങ്ങനൊരു അവസരം ഒത്തു വന്നപ്പോ ഞാൻ കൊള്ളി പറിക്കാൻ പോവാണ്. വെളിച്ചം നോക്കിയ കിഡിൽ വെളിച്ചമേ ഇപ്പുറത്താണ് ഞാൻ നോക്കിയ വെളിച്ചം കണ്ടാ. നോക്കിയോട്ടാ, ഭയങ്കര വെളിച്ചാ ശരിക്കും. പോയിന്റ് ഞാനൊരു ടോർച്ച് ഓൺലൈനിൽ നോക്കിയപ്പോ ജഗ്ഗുവാണ് ഇത് എടുത്തന്നെ. ഇത് വാങ്ങിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് കണ്ടാ. ഭയങ്കര അകലേക്ക് കിട്ടും, ഭയങ്കര അകലേക്ക് കിട്ടും. പിന്നെ ഒരു പോയിന്റിലേക്ക് ആക്കാൻ പറ്റും നമുക്ക്. ഇങ്ങനെ അങ്ങനെ സ്പ്രെഡ് ആക്കാനും പറ്റും, ഒരു പോയിന്റിലേക്ക് ആക്കാൻ. അയ്യോ, അതിന്റെ കണ്ണിലേക്ക് അടിക്കല്ലേ ചേട്ടാ, ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഭയങ്കര പവർഫുൾ അതിന്റെ വെളിച്ചം. ഇമ്രാൻ എടുക്കണ ശരിക്കും പോയിന്റ് ആണ്. കണ്ണിലേക്ക് ആക്കല്ലേ അവർക്കൊന്നും പ്രശ്നമില്ല. ഏയ് നമ്മുടെ ആ വ്യൂ നോക്കി രാത്രിയിലത്തെ വ്യൂ. അപ്പൊ നമുക്ക് ആദ്യം സരിത ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുമ്പോഴേക്കും വൈകുന്നേരം കൊള്ളി പറിക്കാൻ പോണതാ.
അങ്ങനെ കൊള്ളി നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് അതിന് കഴുകി നന്നാക്കണം എനിക്ക്. എന്താ അവിടെ ഭയങ്കര കടിപിടി രണ്ടെണ്ണം. എന്താ ചെയ്യുന്നത് ആദ്യം? അവർക്ക് ചെരുപ്പും മറ്റേ ചവിട്ടിന്ന് എടുത്തോണ്ട് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ മറ്റേ പോത്തിറച്ചി വെട്ടണോടത്ത് പോയിട്ട് 3 വലിയ എല്ലൊക്കെ കൊണ്ടുവന്നു. എന്നിട്ടുണ്ടായ കാര്യങ്ങളില്ലേ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പൊ ദോശ ഉണ്ടാക്കാനായിട്ട് മൈദമാവാണ് വേണ്ടത് കേട്ടാ, മൈദപ്പൊടി. ഞാൻ അതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇടുന്നുണ്ട്. മതിയാ? 2 കിലോ മതി, അധികം വേണ്ട. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. അത് നമ്മൾ ഈ മൈദമാവിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടാ. അയ്യോ ഭാഗ്യം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ, എന്തായാലും വെള്ളം വേണ്ടി വരുന്ന അറിയില്ല. എന്തായാലും ഇതൊന്ന് ഞാൻ മിക്സിയിൽ നന്നായിട്ട് ഇത് അടിച്ചു കൊണ്ടുവരാം കേട്ടാ. നമുക്ക് വെള്ളം പിന്നെ നോക്കിയിട്ട് വേണമെന്ന് നോക്കിയിട്ട് ചേർക്കാം. വെള്ളം അധികമായ പ്രശ്നമാവും. ഇത് അടിച്ചിട്ട് വരാം. അല്ല, ഇതിലേ ഒരു കാര്യം ചെയ്യാം, ആവശ്യത്തിന് ഉപ്പിടാം. അത് വന്നിട്ട് ഉപ്പിട്ടാൽ മതി. ഓക്കെ, വന്നിട്ട് ഉപ്പിടാം. ഇപ്പം ഇത് അടിച്ചിട്ട് വരാം കേട്ടാ. ഞാൻ ഇവിടെ കൊള്ളിയൊക്കെ ഒന്ന് കഴുകട്ടെ. ഇങ്ങനെ ഇത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു. ഇതിലേക്ക് ആള് ചേർത്തത് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതും ഉപ്പും ഗരം മസാലപ്പൊടിയും മാത്രമാണ്. പക്ഷെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനത്തിൽ ക്യാരറ്റ് കാണുന്നുണ്ട്, സബോള കാണുന്നുണ്ട്, പിന്നെ എന്തിട്ടൊക്കെയോ കാണുന്നുണ്ട്. ക്യാരറ്റും സബോളയും എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ക്യാരറ്റും സബോളയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നോക്കിയിട്ട് ആവശ്യത്തിന് മതി. കണ്ടമാനായി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഇതൊക്കെ നല്ല കുനുകുനുന്നനെ അരിഞ്ഞത് വേണം കേട്ടോ. കണ്ട ഇതുപോലെ അരിയണം. പിന്നെ അതുപോലെ സബോള കുറച്ച് ഇട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, ഞാൻ ചതയ്ക്കാൻ ചെയ്തേക്കണേ, അത് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഇടുന്നുണ്ട്. ഇനി വേണ്ടത് സ്പ്രിംഗ് ഒനിയനാണ്. സ്പ്രിംഗ് ഒനിയനും പിന്നെ ഇതുകൂടാം. എന്താണെന്നറിയോ? മല്ലിയില. എവിടെയാ സ്പ്രിംഗ് ഒനിയൻ പൊടിച്ചോളത്? ആ, കട്ട്. അവിടെ എന്തൊട്ടോ നടക്കാൻ പോകണം. സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. കട അതായത് ഒരു കാലും മിൽക്കാണ് നോട്ടം. കണ്ട ചാർലിയുടെ ഒരു കാല്. താങ്ക് യു. ഇത്രയ്ക്കധികമൊന്നും വേണ്ടാട്ടാ, എനിക്ക് കത്തി വേണല്ലോ. അതെ, ജസ്റ്റ് ഇതൊന്നും അരിയ വേണ്ട. ഇത് കഴിഞ്ഞിട്ടായാലും പോരെ. അപ്പൊ സ്പ്രിംഗ് ഒനിയൻ, നമ്മുടെ ഉള്ളിത്തണ്ട്, നമ്മുടെ ഫ്രഷ് സാധനമാണ്. അതുകൊണ്ട് ഒരു പണസൂക്കം മതിയാവും, ഓവറാവണ്ട, ഇത്ര മതി. ഒരു മല്ലിയിലെങ്ങാനും മതി, മണം ഓവറാവണ്ട. ഇനി നമ്മുടെ ആഫ്രിക്കൻ മല്ലിയില. ഇനി എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. കുറച്ച് ഗരം മസാലപ്പൊടി മിക്സ് ചെയ്യുന്നു. ഞാൻ വെള്ളം ഒഴിച്ചത് പാകമായിരുന്നു കേട്ടോ. അതെ, ദോശമാവിന്റെ കട്ടി കറക്റ്റ് ആയില്ല. ഇത് ഉണ്ടാക്കാൻ പോവാ. ഞാൻ ഉണ്ടാക്കട്ടെ? നീ ഉണ്ടാക്കിക്കോ. ഞാൻ അടുപ്പ് വേണം. അടുപ്പ് ഇത് ഇവിടെ വെച്ച് തരാം. ഞാൻ കൊള്ളി അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ ആയിരിക്കും. ഞാൻ എവിടെ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കണ്ട. അങ്ങനെയല്ല പറയണ്ടേ, ഞാനിവിടെ ഇല്ലാന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലേ, ഞാനിവിടെ വന്നിട്ടേ ഇല്ലാന്ന് വിചാരിച്ചു. മോഹൻലാലിന്റെ കറക്റ്റ് ഡയലോഗ് മൺചിത്രത്താഴിലല്ലേ? അപ്പം ഞാൻ ഈ ദോശ ഉണ്ടാക്കാൻ പോവാട്ടാ. ഇതിലാണ് ഉണ്ടാക്കാൻ പോണം, ദോശ തട്ടിലല്ല, ഇതിലാട്ട് ഉണ്ടാക്കാൻ പോണം. ഞാൻ ഒരു ഓയില് ഇങ്ങനെ നല്ലോണം ആക്കിയിട്ടാണ് ഉണ്ടാക്കണേ.
എന്തായാലും വെളിച്ചെണ്ണ ആയിരിക്കില്ല, സൺഫ്ലവർ ഓയിലോ അങ്ങനെ വേറെ ഏതെങ്കിലും ഓയിലായിരിക്കും. ഞാൻ പക്ഷേ വെളിച്ചെണ്ണ എടുത്താണ്. വെളിച്ചെണ്ണ മതിയില്ലേ? നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോ. അപ്പൊ ഈ അടുപ്പിൽ ഞാൻ കൊള്ളി വേവിക്കുന്നുണ്ട് കേട്ടാ. കൊള്ളി വേവിക്കാനായിട്ട് കൊള്ളി അതാണല്ലോ നന്നായി കത്തണേ. ഞാൻ ഇതാ നന്നായി കത്താൻ ചേരിട്ട് ഇതിൽ വെച്ചു. വെള്ളം ഇതൊക്കെ സാധാരണ വേവിക്കുന്ന പോലെ തന്നെ. അത് ഒത്തിരി ഊറ്റിക്കളയാം. ഊറ്റിക്കളയാട്ടാ നമുക്ക്. ഇത് ചൂടായിട്ടാ. ഇങ്ങനത്തെ കുട്ടി ദോശയെ തട്ടിൽ കുട്ടി ദോശയല്ലേ. എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ടാവും വേവിക്കാൻ തോന്നുന്നുണ്ട്, കാരണം അത് മറച്ചിടണമൊന്നും കാണില്ലേ. നീ അത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് മൂടി ചേട്ടാ. അതെ, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. നമ്മള് കുഞ്ഞെ പിള്ളേരുകളായിട്ട് കളിക്കുമ്പോ എപ്പോഴും ഇങ്ങനത്തെ ഓരോ സാധനം നീ അങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ ചെയ്യും. നീ അങ്ങോട്ട് ചാടിയ മതിൽ ചാടിയ എന്നാ ഞാനും മതിൽ ചാടും. എല്ലാത്തിലും അങ്ങനെ വിട്ടാ പറ്റില്ല. നല്ലതാണോ അങ്ങനെ വാശിയുള്ളത്? പൊട്ടയാണോ അത്? വാശി പൊട്ടയാണോ? വാശിക്ക് നാശം എന്ന് പറയില്ലേ. അത് അനാവശ്യമായിട്ടുള്ള പിടിവാശികൾക്കാണ് കുഴപ്പം. അല്ലാണ്ട് കുറച്ചൊക്കെ ഉള്ളത് നല്ലതല്ലേ, നമുക്ക് സ്വയം ഒരു. വാശിയില്ലെങ്കിൽ എന്താ കാര്യം ജീവിതത്തില് വാശിയില്ലെങ്കിൽ എന്താ കാര്യം? ഇനി കോഴിമുട്ട വേണ്ട നമുക്ക്? വേണം. ഇനി അത് കാച്ചുമ്പോ കൊള്ളിയിരിക്കും. തുറന്നു നോക്കറി, അടി കരിയോ നോക്ക്. അയ്യോ, അടി കരിഞ്ഞ? അടി കരിയില്ല. മറിച്ചിട്ട് അതില് മറിച്ചിടണൊന്നുമില്ല. മറിച്ചിട്ടില്ല എന്താ കാര്യം? അങ്ങനെയല്ല അതിലിരിക്കണേ. അതില് വേറെ ടൈപ്പ് അത് കിടന്ന് വെട്ടി തളങ്ങിട്ട് വാർണിഷ് അടിച്ച പോലെ അതിലിരിക്കണേ. ആളിങ്ങനെ ആക്കുമ്പോഴേ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണ്ട. കോഴിമുട്ടയ്ക്കുള്ളതാണ് അത്. ചൂന് വേണ്ടേ? അതായത് എനിക്ക് തോന്നണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് കലക്കി വെച്ച മാവുകൊണ്ടല്ല ഈ സാധനം ഉണ്ടാക്കിയേക്കണേ. ഉണ്ടാക്കിയേക്കണ സാധനം കാണുമ്പോ മുട്ട അപ്പം ഉണ്ടാക്കിയതിനൊക്കെ ഒരു തിളക്കുണ്ടാവില്ല. അതുപോലെ മൈദ മാവ് ചേർത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഉണ്ടാക്കിയിട്ട് കാണിക്കണതില്. അപ്പോ അതിൽ കമന്റ്സും ഉണ്ട് കേട്ടാ, കുറെ പേര് എഴുതിയിട്ടുണ്ട്. മതിയില്ലേ ഇത്, വെന്തുണ്ടാവില്ലേ? കമത്തിടണം. കമത്തിട്ടു. ഇതിപ്പോ ഈ അടിവശം നല്ല മറ്റേ പാൻ കേക്ക് പോലെ, മോൾ വശം കാണാൻ ഭംഗിയുണ്ട്. ആളിങ്ങനെ അപ്പുറപ്പുറാക്കുമ്പോ അപ്പുറപ്പുറം ഒരുപോലെ ഇരിക്കണേ. അപ്പൊ തന്നെ സംഭവം. അതായത് മൈദ ചേർത്തിട്ട് കലക്കിയ മാവില്ലേ, അത് മാറ്റി വെച്ചിട്ട് വെറുതെ മുട്ട അടിച്ചിട്ട് അതില് നല്ല മഞ്ഞ കളർ, അത് ഇതുപോലത്തെ കളറല്ല, അതില് കൊള്ളി തളച്ചു. അപ്പൊ അത് ഊറ്റിക്കോ, വെള്ളം ഊറ്റിക്കോ. ഒരു സ്വല്പം നേരം കിടക്കണ്ട, വേണ്ട, വേവും. ഇനി വേറെ വെള്ളം ഒഴിച്ച് വേവിക്കണ്ടേ? ഇത് ഊറ്റിക്കളയാളതല്ലേ. ഇടുക്ക് ചേട്ടാ, അതിപ്പോ വെന്തോടയും. നല്ല കൊള്ളിനെ. ഞാൻ അത് എടുക്കാൻ പോകും, അത് വെന്തുണ്ടാവും. ഇതിന്റെ കണ്ട ബാക്ക് ഭാഗം ഇങ്ങനെ ഇരിക്കണേ. ഒരു കാര്യം മറന്നു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്, ഓയിലാക്കിയിട്ടാണ് ഇത് ഒഴിക്കുക. ഇല്ല, ഞാൻ ഓയിലാക്കിയിട്ടില്ല. അടുത്തതിലെ ഓയിലാക്കാം. വെളിച്ചെണ്ണയാക്കട്ടാ. കൊള്ളിയിലത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. ഒരു കയ്യിൽ ഒഴിക്കണല്ലോ, ഇത്തിരി കനം കുറവിലാക്കി നോക്കട്ടെ ഇങ്ങനെയുണ്ട്. ഇതും ചിലപ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും, ഓയിലൊക്കെ ഉള്ള കാരണം. കുഞ്ഞു ഉണ്ണി കരയണ സൗണ്ട് എവിടെന്നാ? ഏതോ ഒരു വീട്ടില്. കൊള്ളിയിലത്തെ വിഷാംശം നമ്മൾ ഊറ്റി കളഞ്ഞു കേട്ടാ. എന്ത് നല്ല കൊള്ളി നമ്മൾ വീണ്ടും ഒരു സ്വല്പം വെള്ളം ഒഴിക്കുന്നു കേട്ടോ. സ്വല്പം വെള്ളം ഒഴിക്കണില്ല. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം കേട്ടോ. ഇതിൽ നിന്ന് ചില പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കുന്നുണ്ട്.
ഇപ്പൊ ബാക്ക് ഭാഗത്തിലൂടെ ഭംഗിയുണ്ട്. ആ അത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ആ പിന്നെ നല്ലൊരു മണം വരില്ലേ, നല്ലൊരു പൊരിയണ മണം. ഇളക്കട്ടെ. അയ്യോ കഷ്ടായി മറ്റേത് ഒഴിക്കാൻ മറന്നത്. ഇനി ചെറുതായിട്ട് അടി കരിഞ്ഞപ്പോഴത്തേക്കും തീ കത്തിച്ചിട്ട് പോലില്ല, തീ കത്തിച്ചിട്ടുണ്ടോ ഞാൻ? ആ പിന്നെന്തുട്ടാ മഞ്ഞപ്പൊടി എടുക്കണല്ലേ. കണ്ട് കാണില്ലേ ഗണ്ണ് കത്തിക്കാനുള്ളത്? അതായത് നമ്മൾ തീ പോലും കത്തിച്ചിട്ടില്ലേ, അനാവശ്യമായിട്ട് എന്നെ തെറ്റിദ്ധരിച്ചു, സോറി. എന്തുട്ടാടാ ഒരു 2-3 മിനിറ്റ് കേട്ടാ. മൂടി വയ്ക്കണ മൂടി വയ്ക്കണ പഴം പോലത്തെ കൊള്ളി എടുക്കാല്ലേ. ഇത് നല്ല മണം കേട്ടാ. കൊള്ളിയില് ഉപ്പായി. ഇത് മൈദക്ക് പകരം എനിക്ക് തോന്നുന്നു ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരുന്നു തോന്നുന്നു അല്ലേ, ഹെൽത്തി ആവില്ലേ? ഞാൻ പറഞ്ഞല്ലോ ചേട്ടനോട് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ എന്തായാലും അതില് മൈദയെ കണ്ടേ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം മതിയാ. വെന്താ കൊള്ളിയിൽ തീ ഓഫ് ചെയ്യാം. നമ്മുടെ കൊള്ളി കണ്ട ഇറക്കി വെച്ചു. ഇനി ഇത് കാച്ചും. ഇവിടെ ചീഞ്ചട്ടി അടുപ്പത്തേക്ക്. ഇത് കാച്ചാനായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ, ഇതിൽ പിന്നെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടാ. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇട്ടോ ഒരു വലിയ സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഞാനിത് മുഴുവൻ എടുത്തിട്ടില്ല. ഇത് നമുക്ക് പൊടി പൊടിയായിട്ട് തരാനായിട്ട് അതിൻ്റെ മുകളിലിടാം. അത് ഇളക്കിക്കോ ചേട്ടാ, ഇളക്കിക്കോ. സബോള ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കുത്തിപ്പൊടി മുളക് കേട്ടാ. ഇതേ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ സബോള ചെറുതായിട്ടൊന്ന് കടിക്കണം നമുക്ക്. സബോള അധികം വാടൊന്നും വേണ്ട. മതി. വേപ്പില വേപ്പില കളക്കള നല്ല മണം. ഇത് വാടി വരുമ്പോഴേ ഇതിലേക്കും 2 കോഴിമുട്ടയാണ് നമ്മൾ ചേർക്കണത്. അതിലേക്കുള്ള ഉപ്പും കൂടി ഇടണം കേട്ടോ. കോഴിമുട്ടയൊക്കെ ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ആ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. ഇതുണ്ട് വീട് എത്ര പ്രയാസം. പേടിച്ചു. അയ്യോ ഈ ദോശ നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ മറച്ചിട്ടു തന്നെ. ഒന്നുകൂടി മറിച്ചിട്ട് കഴിഞ്ഞു. പരിപാടി കഴിയുന്നു. സ്പൂൺ അങ്ങനെ എടുത്ത് വരണ്ടേണ്ടി വരുത്. അടിപൊളി. ഇതുകൊണ്ട് വരണ്ടിയാ മതി. ഇത് കറക്റ്റാ. മറക്ക തീ കൂട്ടി വെച്ചോ ചേട്ടൻ? ഞാൻ കൂട്ടിയിട്ടില്ല. ഇത് അയ്യോ നീ പാളിച്ചിട്ട് വെച്ചോണത്. അതിന് ഈ ഇങ്ങനെ വെള്ളമില്ലല്ലോ. നീ ഇരിക്കി നമ്മുടെ കൊള്ളി വേവിച്ചത് മിക്സ് ചെയ്തോ. ഇത് തട്ടുകട സ്റ്റൈൽ സാധനമാണ്. ഒരു മിനിറ്റ് കായ്ക്ക പിടിക്കാൻ തോന്നി കേട്ടതാ. ആ സാധനമൊക്കെ എത്രയോ ടേസ്റ്റ് ഉണ്ടാവും അറിയില്ല. മേലെ ഒരു ലേശം നമുക്ക് ഗരം മസാലപ്പൊടി ഇളക്കിക്കോ. മറ്റേ സാധനം കൊണ്ടുവച്ചൂലേ. എന്തിട്ടാ കൊണ്ടെന്ന് വെച്ചേ? പലക പ്ലേറ്റും വെച്ചിട്ട് എന്തിട്ട്? ആ സബോള അല്ലേ? അതെ ഇത് ഉത്തരേന്ത്യ സാധന. ഇത് കോമ്പിനേഷൻ നമ്മുടെ കേരളത്തിലത്തെ സാധന അല്ല. അത് കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയതൊന്നല്ല. അല്ല ഇത് അതിന് കൂട്ടി കഴിക്കാനല്ലേ. അതായത് നമ്മുടെ കൊള്ളി അടിപൊളിയാക്കിട്ടാ കഴിഞ്ഞു. അതിലേക്ക് കൊള്ളിയിലേക്ക് കോമ്പിനേഷൻ ഒന്നും വേണ്ട, തന്നെ കഴിക്കാൻ. ഇത് വെറുതെ കഴിക്കാം. ജഗോ
ജഗ്ഗും കൂടെ വന്നതല്ലായിരുന്നേ. ലാസ്റ്റ് ദോശ കഴിഞ്ഞ പരിപാടി. അയ്യോ നമ്മുടെ ഈ ദോശ കേട്ടാ ജഗു എനിക്ക് വന്നു. ജഗ്ഗു പഠിക്കാണ്ടിരുന്നതാ. എന്താണെന്നറിയില്ല, പഠിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ജഗ്ഗുവിന് ഇങ്ങനെ ആരോ താരാട്ട് പാട്ട് പാടി ഉറക്കണ പോലെ തോന്നും. അപ്പൊ ഉറങ്ങും. ഇതൊരു അസുഖമാണോ? കോമ്പിനേഷൻ. അയ്യോ അതെന്തിനാ അങ്ങനെ ആക്കണേ? അത് വേറെ കഴിച്ചിട്ട് ടേസ്റ്റ് പറയിച്ചേട്ടാ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചോ, എനിക്ക് ഇങ്ങനെ കഴിക്കണം. എന്തേലും ചെയ്യും. കൊള്ളി മാത്രല്ല ഉണ്ണിയാ, ഇത് കോഴിമുട്ടുണ്ട്. ഇനി സമ്പോളത്തിരി മീതിന്ന് വെതറിക്ക് കൊടുത്ത സരിത വെതറിക്കോ ഇതേട്ടാ. എങ്ങനെയുണ്ട് നമുക്ക് നോക്കണമല്ലോ. അങ്ങനെ നമ്മള് ഒരു ഫ്യൂഷനാണ്. തെക്കേന്ത്യൻ ഉത്തരേന്ത്യൻ സംസ്കാരങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ കഴിച്ചോ, കഴിക്കി. ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് അത് ടേസ്റ്റ് അറിയാം. അല്ല, അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാവും, നമ്മൾ ഉണ്ടാക്കാറുള്ളതാ. ഇതിന്റെ ടേസ്റ്റ് എനിക്ക് അറിയണ്ടേ. ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഇത് മാത്രം കഴിക്കാൻ പൊടി കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി സാധനമായി. ഇനി കൊള്ളിയും ഇതും കൂട്ടി കഴിച്ചോട്ടെ. ഉണ്ണി ഇത് കഴിച്ചു നോക്കിയ, ദോശ കഴിച്ചു നോക്കിയ. അടിപൊളി സാധനം. അതൊക്കെ വായലത്തെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിപ്പോ കൊള്ളിയല്ലേ, അത് രസല്ലേ. അതെ, മിക്സ് ചെയ്ത് കഴിക്കാൻ രസമുണ്ട്. കൊള്ളിയുടെ സാധനം ഒറ്റയ്ക്ക് കഴിക്കാൻ രസമുണ്ട്, ഈ സാധനം ഒറ്റയ്ക്ക് കഴിക്കാൻ രസമുണ്ട്, എല്ലാം ഒറ്റയ്ക്ക് കഴിക്കാൻ രസമുണ്ട്, കൂട്ടി കഴിക്കാൻ രസമുണ്ട്. ഇമ്രാനൊരു കഷ്ണം കൊടുക്കാം. അയ്യോ ചാർലി പിന്നെ അവിടെയാ. ഞാൻ എൻ്റെ രാവിലത്തെ ഓട്സിൻ്റെ ഉപ്പുമാവ് മാറ്റി ഇതാക്കിയാലോ, ഗോതമ്പ് പൊടി കൊണ്ട്. നല്ലത്, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഓട്സ് കഴിക്കില്ലല്ലോ. സാധനം നന്നായിട്ടാ. ഇത് സാധനം നോട്ടാ, കൊള്ളിനെ പിന്നെ നമ്മുടെ സൂപ്പർ കൊള്ളീനിട്ടാ. ഇഷ്ടായി ഇമ്രാനെ? കഴിഞ്ഞാ നന്നായില്ലേ? ജഗുന ഏതാ ഇഷ്ടായത്? കൊള്ളീരിയാണ് ഇഷ്ടായത്, ദോശയാണ് ഇഷ്ടായേ? കൊള്ളി ഇഷ്ടായേ? അപ്പൊ ഈ മോഡലൊന്നും ഇവിടുന്ന് പരീക്ഷിച്ച് നോക്കിയോട്ടാ, വെറുതെ ഒരു ചേഞ്ച് ഇല്ല. അപ്പൊ ഞങ്ങള് നിർത്തണേട്ടാ. അടിപൊളി സാധനം, നല്ല കൂട്ട്. ഇനിയിപ്പോ 4 മണിയിലേക്ക് ഉണ്ടാക്കാൻ നല്ലത് ഇതല്ലേ ഈ സാധനം. അപ്പൊ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ? ഈ സാധനം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാ, നല്ല പ്രോട്ടീൻ റിച്ച് ആണല്ലോ. മൈദ അല്ലാണ്ട് ഗോതമ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലതാ. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയാണ്, സിമ്പിൾ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കലക്കി ഉണ്ടാക്കാം. മുട്ടര മണമൊന്നുമില്ല, നീ അല്ല പറഞ്ഞതിന് മുട്ടര മണം ഉണ്ടാവുന്നു. മറച്ചിട്ടപ്പോഴാ അത്, അതിനാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത്. അപ്പൊ നിർത്താം, ഞാൻ കുറെ നേരമായി പറയാൻ പോണത്. എന്നിട്ട് നിർത്താം. ശരി, നിർത്താം. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ ആയിട്ട് വരെ. നന്ദി, നമസ്കാരം.